ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പൊരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പള്ളി പെരുന്നാളിന് ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പൊരിയും കടലൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ അങ്ങനെ നിറയെ പൊരി ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പം നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയാണ് കേട്ടോ, പുഴുക്കലരി കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അരിയിലേക്കൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കണം കേട്ടോ. അധികമൊന്നും എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് കുഴക്കേണ്ടവർക്ക് ഉപ്പ് ഇടാം. അപ്പോൾ ഒരു കുറച്ച് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ. 2 സാധനങ്ങൾ മാത്രം മതി, ഉപ്പും അരി കേട്ടോ. അപ്പോൾ നമ്മൾ അരി ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ അരി ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കട്ടോ, ഈ വെള്ളം പോകുന്നത് വരെ. അപ്പോൾ വെയിലുണ്ടെങ്കിൽ നമുക്കത് വെയിലിൽ ചുണക്കിയെടുത്താലും മതി കേട്ടോ. വെള്ളം ഒന്ന് വരിയുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അരിയത്തെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരിയത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നല്ലൊന്ന് ചൂടാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പ് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടാവണം. അപ്പോൾ നമ്മൾ ആദ്യം അരി കുതിർക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇട്ടാൽ മതി. അപ്പം മണലിലൊക്കെ വറുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളെന്തായാലും ഉപ്പിലല്ലേ വറുക്കുന്നത്, അപ്പോൾ ഉപ്പ് അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ ഉപ്പൊക്കെ നല്ലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരി കല്ലച്ച് പോകാതെ വറുത്തെടുക്കണം കേട്ടോ. അപ്പം നമ്മളെ അരി പൊരിഞ്ഞ് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മളെ അരിപ്പൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ പൊരി കേട്ടോ. നമ്മൾ യൂട്യൂബിലൊക്കെ ഉണ്ടാക്കി കാണിക്കുന്ന ആ പൊരി ഇതാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ അവർ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ലൈവായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അവർ ഒന്നിങ്ങനെ ഇളക്കുന്ന പോലെ കാണിച്ചിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പൊരിഞ്ഞ് വരുന്നതാണ് കേട്ടോ കാണിച്ചത്. അപ്പം ഞാനിത് ശരിക്കും ഇങ്ങനെ വറുക്കുന്നത് അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അരി കേട്ടോ. അരിയല്ല, പൊരി കേട്ടോ. അപ്പോൾ നമ്മൾ അരി വറുത്തതൊക്കെ ഇങ്ങനെ കോരിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയേ വറുത്തതുള്ളൂ കേട്ടോ.
ഞാൻ പിന്നെ വറുത്തില്ല. ഇതാ ഇനി ഇത് വറുക്കുന്നില്ല, നമ്മളെ സമയവും ഗ്യാസും ഒന്നും നഷ്ടപ്പെടുത്താൻ വയ്യ കേട്ടോ. അപ്പോൾ നമുക്ക് പൊരി ഉണ്ടാക്കുന്ന വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്രയുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.